നടുവിൽ ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിൽ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഭാര്യയില്ല, മക്കളില്ല, രാജ്യമില്ല, സാമ്രാജ്യമില്ല. പിന്നെ തോളോടൊപ്പം തോള് ചേർന്ന് ഉട്ടിയുരുമി നടന്ന കുറെ എണ്ണം സെക്കൻഡുകൾ കൊണ്ട് അങ്ങ് എതിരായി. അവരും എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുക. ഈ മനുഷ്യൻ ഒറ്റപ്പെട്ട് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥർ പുരോഹിതനോട് ഏഫോദ് എവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താണ് എഫോദ്? എഫോദ് ഈസ് a holy garment. മഹാപുരോഹിതന്റെ വസ്ത്രമാണ്. മഹാപുരോഹിതൻ പുറമേ ഏപ്രിൻ പോലെ അണിയുന്ന വസ്ത്രമാണ് എഫോദ്. പുരോഹിതൻ ധരിക്കുന്ന എഫോദിന്റെ നടുക്ക് നെഞ്ചോട് ചേർന്നുള്ള ഭാഗത്ത് 12 ഗോത്രങ്ങൾക്ക് അടയാളമായി 12 രത്നങ്ങൾ 12 കളറിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ദാവീദ് അന്വേഷിക്കുന്നത് തന്റെ ഹോളി ഗാർമെന്റ്സ് ആണ്. വാളെവിടെയെന്നല്ല, തോക്കെവിടെയെന്നല്ല, എന്റെ സൈന്യം എവിടെയെന്നല്ല, എന്റെ സർവസന്നാഹങ്ങൾ എവിടെയെന്നല്ല. ഹോളി ഗാർമെന്റ് എവിടെ? എഫോദ് എവിടെ? എന്റെ പ്രയർ കാർപ്പറ്റ് എവിടെ? ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അങ്ങോട്ടെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്ന് തമ്പുരാന്റെ മുഖം അന്വേഷിക്കുമ്പോൾ അകത്ത് കത്തിയ വെളിപ്പാടെന്നറിയാവോ? ഈ 12 ഗോത്രത്തെയും തൊടാൻ ശത്രുവേ നിനക്ക് സാധ്യമല്ല. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. നിന്റെ പ്രാർത്ഥന കാർപ്പറ്റിനകത്ത് നിന്റെ മക്കളുടെ പടമെടുത്ത് വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ആരുടെയൊക്കെയോ ഫോട്ടോ വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഏതൊക്കെയോ പ്രമാണങ്ങൾ വെച്ച് നീ പ്രാർത്ഥിക്കുന്നില്ലേ? ഏതൊക്കെയോ എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? അതിന്റെ മുകളിലേക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാണ്. ഇപ്പോഴാ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവിടെ നീ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, അവിടെ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, അവിടെ ആങ്സൈറ്റി ഇല്ലാതെ ആകുലതകളില്ലാതെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ, ചാമ്പൽ കൂമ്പാരത്തിന്റെ മുകളിലിരുന്നും അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ബന്ധം ദൈവത്തോട് വേണം. നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാ സന്ധ്യായാമത്തിലും മലയുടെ മുകളിൽ കയറിപ്പോയി അപ്പനോട് മിണ്ടുന്നൊരു മോനുണ്ടായിരുന്നു. എല്ലാ പകലത്തെ ശുശ്രൂഷകളും കഴിഞ്ഞ് എല്ലാ സന്ധ്യാസമയത്തും മലമുകളിൽ കയറിപ്പോയി രാത്രികാലങ്ങളിൽ അപ്പനോട് സംസാരിക്കുന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനും കിട്ടി കുരിശ്, ആ പുത്രനും കിട്ടി അടി, ആ പുത്രനും കിട്ടി പീഡനം. പക്ഷേ അപ്പനോടുള്ള ബന്ധം അവനിൽ നിന്നതുകൊണ്ട് കല്ലറകൾക്കോ ക്രൂശിനോ അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ, പിറുപിറുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പക്ഷെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. വാൾ അന്വേഷിക്കേണ്ടവൻ എഫോദ് അന്വേഷിക്കുകയാണ്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ഞാൻ അവരെ എത്തിപ്പിടിക്കോ? പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ അടുത്തൊന്ന് ഇരിക്കാവോ? മാനസിക സംഘർഷങ്ങളുടെ നടുവിൽ ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഒരു പായ എടുത്തിട്ടിട്ട് അതിനകത്ത് കയറി കുറച്ചു നേരം മുട്ടയിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോടൊന്ന് വർത്താനം പറയാവോ? ദൈവമുഖം ഒന്ന് അന്വേഷിക്കാവോ?
അന്വേഷിച്ചാൽ നീ ഒരു ശബ്ദം കേൾക്കും. ദാവീദിനോട് ദൈവം പറയുകയാണ്, പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും.